എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരു ചാർജും ഇല്ല, ഒരു തിരക്കുമില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നുള്ളത് ഉമ്മൽക്കോയിൻ മാൻഗ്രോവ് റിവർ എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടിലാണ്. ഇതൊരു ഹിഡൻ ജെമ്മാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷേ വളരെ നല്ലൊരു സ്പോട്ടാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഹിറ്റായ 2 വീഡിയോസ് ആയിരുന്നു. ഒന്ന് അബുദാബിയിലെ അൽജുബൈൽ മാൻഗ്രോവ്സും അതുപോലെ തന്നെ കൽബ മാൻഗ്രോവ്സും. ഇത് വേറൊരു മാൻഗ്രോവ്സ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മാൻഗ്രോവിൻ്റെ വിശേഷങ്ങൾ ദുബായ് ഷാർജ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മുടെ എത്തിഹാദ് റോഡിൽ ബറക്കുട അതുപോലെ തന്നെ അക്വാ പാർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രണ്ടാമത്തെ ഒരു യൂ ടേൺ ഉണ്ട്. ആ യൂ ടേൺ എടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് റൈറ്റിലാണ് ഈ ഒരു ബോർഡ് കാണുന്നത്. ഈ ബോർഡ് കാണുന്നുണ്ടോ? ഈ ബോർഡ് കാണുന്നിടത്തു നിന്നാണ് നമുക്ക് വലത്തോട്ടൊരു ഓഫ് റോഡ് ഉണ്ട്, ഉള്ളിലോട്ട് പോകേണ്ടത്. ഒരു 1-2 കിലോമീറ്റർ പോകുമ്പോഴാണ് നമ്മുടെ സ്പോട്ട് എത്തുന്നത്. ഇതാണ് റോഡ്. ഇവിടെ ഫിഷിങ്ങും സ്വിമ്മിങ്ങും ക്യാമ്പിങ്ങും ഒന്നും അലൗഡ് അല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ പലയിടത്തും ഞാൻ ബാർബിക്യൂ ചെയ്തതിൻ്റെയൊക്കെ അടയാളങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വരുമ്പോൾ ഒരു ഫാമിലി ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ വന്ന് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് പോയത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓഫ് റോഡാണെങ്കിലും നല്ല റോഡാണ്. സാധാരണ ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിലും ഓടിച്ചു പോകാൻ പറ്റുന്ന റോഡാണ്. ഒരു 1-1.5 കിലോമീറ്റർ നമുക്ക് ഓഫ് റോഡ് ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സ്പോട്ടിലെത്താം. അവിടുന്ന് ശരിക്കും ഒരു 3-4 സ്പോട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയാൽ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ലൊക്കേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മെയിൻ റോഡ് വരെ എത്താനുള്ള ലൊക്കേഷൻ മാത്രമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ മാപ്പിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന വഴി ശരിക്കും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടുത്തെ ഈ ഒരു മാൻഗ്രോവ് റിവർ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ ഉമ്മൽക്കോയിൻ മാൻഗ്രോവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ട്. മുഴുവൻ നമുക്ക് എത്തിച്ചേരാനും പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയൊരു ഏരിയയാണ് ഈ ഉമ്മൽക്കോയിൻ മാൻഗ്രോവ്സിലുള്ളത്. വളരെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് വണ്ടി ഓടിച്ചൊക്കെ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് 2-3 സ്പോട്ടുകൾ മാത്രമാണ് പോകുന്നത്. അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരു 1-1.5 കിലോമീറ്റർ ഇങ്ങനെ ഓടിച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സ്പോട്ടാണ്. ഈ ഒരു ബോർഡ് കാണാം. ഈ ഒരു ബോർഡ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഒരു സ്പോട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടൊക്കെ വെള്ളത്തിൽ ഇറക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അതല്ല, വേറൊരു സ്പോട്ടുണ്ട്. ഈ കാണുന്നില്ല റോഡ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കുറേ പോകാനുണ്ട്. ഒരു 2-3 കിലോമീറ്റർ ഉള്ളിൽ ആ ലാസ്റ്റ് കാണുന്ന ആ പോയിൻ്റ് വരെ പോകാൻ പറ്റും. അവിടെ ഒരു സ്പോട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഒരുപാട് വൈകിയാണ്. ഇന്നലെ ഞാൻ കുറേ സ്ഥലം ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാനിപ്പോൾ കാണിക്കാം. അങ്ങനെ കുറച്ച് ഡ്രൈവ് ചെയ്ത് വന്നാൽ തന്നെ 2 കിലോമീറ്റർ പോലും ഇല്ലെന്ന് തോന്നുന്നു. വളരെ കുറച്ചേ ഉള്ളൂ. മെയിൻ റോഡിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ റോഡ് കാണാം. ഒരു 1 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നാൽ തന്നെ ഈ ലാസ്റ്റ് പോയിന്റിലെത്താം. ഇവിടെ ഈ ബോട്ടൊക്കെ വെള്ളത്തിലോട്ട് ഇറക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ മുഴുവൻ ഇങ്ങനെ പായൽ പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ എല്ലാം ഒരുപാട് പച്ചപ്പാണ്. ഞാൻ കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം. നമുക്ക് ശരിക്കും പോകേണ്ടതെന്ന് പറഞ്ഞാൽ ആ കാണുന്ന ഒരു ഇവിടുന്ന് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. ഈ ഒരു ഏരിയ ഇവിടുന്ന് ഈ ഒരു ഏരിയയിലോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് ശരിക്കും നല്ല പച്ചപ്പും നല്ല കാഴ്ചകളും ഉള്ളത്. മെയിൻ റോഡിൽ നിന്നൊരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് പോയിന്റിലെത്തും. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോട്ടൊക്കെ സ്ലൈഡ് ചെയ്യുന്ന റാമ്പാണ്. ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ബോട്ട് മെയിൻ്റനൻസോ അങ്ങനെ എന്തോ ചെയ്യുന്ന ഒരു ചെറിയൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ആരും കാണുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ളൊരു കാഴ്ചയുണ്ട്. ഈ പരന്ന് കിടക്കുന്ന പച്ചപ്പിൻ്റെയും വെള്ളത്തിൻ്റെ ഒക്കെ ഇടയിൽ ഒരു ബോട്ട് ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് ഓടിക്കുന്ന ബോട്ടാണോ അല്ല തകർന്ന് കിടക്കുന്നതാണോ എന്ന് അറിയില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്.
സ്കിപ്പിംഗ് റാമ്പ്. പിള്ളേരുമായിട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം സൈഡിലൊന്നും സേഫ് അല്ല. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇനിയിപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് പോകണം. ഈ ഒരു ഏരിയയിലാണ് കുറച്ചും കൂടെ നല്ല വ്യൂ ഉള്ളത്. സൺസെറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ സൺസെറ്റ്. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് ആകുന്നതിന് മുമ്പ് നമ്മളിങ്ങോട്ട് വന്ന വഴിക്കൊരു ബോർഡ് കണ്ടില്ല, അതിനടുത്തൊരു സ്പോട്ടുണ്ട്. നമുക്ക് ആ സ്പോട്ടും കൂടെ കവർ ചെയ്യണം. ബാക്കിയുള്ളത് നാളെ നോക്കാം. എന്തായാലും അങ്ങോട്ട് പോട്ടെ, അടുത്ത സ്പോട്ടിലോട്ട് ഞാൻ പോവാം. ഇവിടെ മുഴുവൻ കണ്ടൽ കാടുകളാണ്. ഇവിടെയൊക്കെ വെള്ളം കയറിയ പാടുണ്ട്. വെള്ളം അത്ര വൃത്തിയുണ്ടെന്ന് തോന്നുന്നില്ല, ഇറങ്ങാൻ പാടാണ്. പക്ഷേ മുഴുവൻ പച്ചപ്പാണ്, നല്ല തണുത്ത കാറ്റുമുണ്ട്. ഇതുവഴി പോയി നോക്കാം എന്താണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഉള്ളിലിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനിന്ന് വെള്ളത്തിലിറങ്ങാൻ വേണ്ടി ചപ്പലിട്ടാണ് വന്നത്. വെയിലടിച്ചിട്ട് ഫുള്ള് ഡ്രൈ ആയിട്ടാണുള്ളത്. സൂക്ഷിച്ച് ഇറങ്ങണം. ഒരു രക്ഷയില്ല കേട്ടോ. കാക്ക, ഒരുപാട് പക്ഷികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. പുറത്തൊന്നും കാണുന്നില്ല, പക്ഷേ ഈ മരത്തിൻ്റെ ഉള്ളിലൊക്കെ പക്ഷികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഞാൻ ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ട് ഈ ഒരു വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. ശരിക്കും ഞാൻ ഈ പച്ചപ്പ് മുഴുവൻ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. വീഡിയോ വളരെ കുറച്ചേ എടുത്തുള്ളൂ എന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല. ഇതിനപ്പുറത്തൊരു മാൻഗ്രൂവ് പാർക്ക് അങ്ങനെ എന്തോ ഉണ്ട്. അവിടെ 20 ദിർഹംസ് എന്തോ ചാർജാണ്. പക്ഷേ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരു ചാർജും ഇല്ല. നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഒരു തിരക്കുമില്ല. വൈകുന്നേരം ആയപ്പോൾ ആകെ 1-2 ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ കുളിക്കുന്നതിനെ കഴിഞ്ഞും നമുക്ക് ഈ ഒരു കാഴ്ചയില്ലേ, കുറേ പച്ചപ്പ്, ഇതൊക്കെ കണ്ടിങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ സുഖമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വന്നിങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഈ റോഡ് ഇങ്ങനെ കാണുന്നുണ്ട്, ഇവിടുന്ന് മുമ്പോട്ട് കാണുന്നുണ്ട്. പക്ഷെ വണ്ടി പോയ അത്ര പാടൊന്നുമില്ല. പിന്നെ നേരവും വൈകി, അപ്പോൾ എനിക്കങ്ങ് പോകാൻ അത്ര ധൈര്യം പോരാ. എന്തായാലും നാളെ വന്നിട്ട് നമുക്ക് ബാക്കി ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യണം. യൂട്യൂബിൽ വേ ഓഫ് ട്രാവൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആ ചാനലിൽ നിന്നാണ് എനിക്ക് ഈ ലൊക്കേഷൻ കിട്ടിയത്. ശരിക്കും ഒരു ഹിഡൻ ജെം തന്നെയാണ്. ക്യാമ്പിംഗ്, ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു ക്യാമ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ടീം. ഇവിടെ ക്യാമ്പിംഗ് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ക്യാമ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ യാതൊരു തിരക്കുമില്ല കേട്ടോ, ഒരു തിരക്കുമില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇന്ന് വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടാവുള്ളൂ. ഇന്നലെ കുറച്ചും കൂടെ മേളിലുണ്ടായിരുന്നു വെള്ളം. ഇന്ന് നമുക്ക് വേണമെങ്കിൽ നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. ഇന്നലെ നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ഈ കാണുന്ന ഒരു പുല്ലില്ലേ,
ഇതിവിടെ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ ഇത് നട്ടുപിടിപ്പിച്ചതാണെന്ന് തോന്നുന്നില്ല. ഇത് നാച്ചുറലായിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ കണ്ടൽ മരങ്ങൾ നാച്ചുറലാണ്, അതിൽ സംശയമില്ല. നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ. 38 ഡിഗ്രിക്ക് മുകളിൽ ചൂടുള്ള സമയമാണ്. പക്ഷേ ഇവിടെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല തണുത്ത കാറ്റാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. ഈ സൺസെറ്റ് കഴിയുന്ന ആ സെക്കൻഡിൽ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി അങ്ങ് കൂടാൻ തുടങ്ങും. പിന്നെ നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടായിരിക്കും. വേർത്ത് ഒരു വഴിയാവും. ഇവിടെ നോക്കിയാലും പച്ചപ്പാണ്. ഇത് കണ്ടോ, ഇത് ശരിക്കും ഈ കടലിൻ്റെ സൈഡിൽ നിന്ന് വാരിയിട്ടിരിക്കുന്ന മണ്ണാണ്. പണ്ട് കാലത്ത് ഇവിടെ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മണ്ണ് കുഴച്ചിട്ടാണ് വീടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മുഴുവൻ കക്ക, ചിപ്പി അതിൻ്റെയൊക്കെ പൊടിയാണ്. ഇത് ശരിക്കും ഇവിടുത്തെ കണ്ടലിലുള്ള ചെളിയുണ്ട്, അതുമായിട്ട് യോജിപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വീടുകൾ സ്ട്രോങ് ആയിരിക്കും. പണ്ട് കാലത്ത് ഇവർ ഈ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയുള്ള കോട്ടകളും മറ്റുള്ള സംഭവങ്ങളുമൊക്കെ കെട്ടിക്കൊണ്ടിരുന്നത്. അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ റോളയിലൊരു ഫോർട്ടുണ്ട്, ഫോർട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഫോർട്ടിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ നോക്കുമ്പോഴാണ് ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വീണ്ടും ആ ഏരിയയിലോട്ട് പോകാൻ പോകണം. അവിടെയാണ് കുറച്ചും കൂടെ ഭംഗിയുള്ളത്. നമ്മൾ ഇന്നലെ പോകാൻ പറ്റാത്ത ഏരിയ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. നമുക്കിനി ഇവിടെ നിന്ന് ഈ റൈറ്റ് കാണുന്ന റോഡിലോട്ടാണ് ഇനി പോകാനുള്ളത്. ഇതും നല്ല റോഡാണ്, കാറ് പോകാൻ പറ്റിയൊരു റോഡ് തന്നെയാണ്. എനിക്കിവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മുമ്പോട്ട് മണലാണ്, ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോയി നോക്കാം. വണ്ടി പോകുന്ന റോഡാണ്, എന്നാലും റിസ്ക് വേണ്ട, ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്കാം. ഏകദേശം ആ ഭാഗത്താണ് ഇപ്പോൾ നിന്നിട്ട് ലാസ്റ്റ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി ആ ലാസ്റ്റ് പോയിൻ്റ് വരെ, അവിടെ ഒരു വാട്ടർ ക്രോസ് പോലെ ഉണ്ട്, അതുവരെ നമുക്ക് വണ്ടിയായിട്ട് വേണമെങ്കിൽ പോകാൻ പറ്റുന്ന റൂട്ടാണ്. വെള്ളം കയറുന്ന സമയത്ത് ഇന്ന് മേളിൽ വരെ വെള്ളം കയറും തോന്നുന്നു. ഇവിടെ കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ, ക്യാമ്പ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നല്ല രീതിയിലുള്ള പച്ചപ്പുണ്ട്. ഈ ഒരു ഗ്രീനറിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു ശല്യമില്ലാതെ നമുക്ക് തിരക്കൊന്നുമില്ലാതെ ഫാമിലിയായിട്ടൊക്കെ കുറച്ച് സമയം വന്ന് ടൈം പാസ് ആക്കണമെങ്കിൽ ഇത് നല്ലൊരു സ്പോട്ടാണ്. കുറേ ദൂരം അങ്ങോട്ട് പുറകിലോട്ട് നടന്നു തിരിച്ചു പോവുകയാണ്. എന്തായാലും ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് വന്ന് കുറച്ച് സമയം ചിലവഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വെള്ളത്തിന് കാര്യമായിട്ടുള്ള സ്മെല്ലുണ്ട്. അതുമാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതും വന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്കങ്ങനെ തോന്നും. ഒരു 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് മാറുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആവും. അതുകൊണ്ട് ആ ഒരു സ്മെല്ല് ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഒരു സ്മെല്ല് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നമില്ല. ഇവിടെ ബാർബിക്യൂ അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ബാർബിക്യൂ ചെയ്തതിൻ്റെ അടയാളം ഒരുപാടുണ്ട്. ഇവിടെ മുഴുവൻ ഒരുപാട് കാണുന്നുണ്ട്. ഇവിടെ ഇത്രയും കാഴ്ചകളൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. കുറച്ച് ദൂരെ കുറച്ച് കാറുകൾ കാണുന്നുണ്ട്, അത് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ എന്തോ കാണുന്നുണ്ടല്ലോ, എന്താണെന്ന് നോക്കിയിട്ട് നോക്കാം. മുമ്പോട്ട് പോകാം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ എന്തോ ഒരു ബേസ്മെൻറ്റ് പോലെ എന്തോ കണ്ടു, കയറണ്ടാച്ചു. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയത്. പക്ഷേ ഇത് എന്തോ ടവറാവോ അങ്ങനെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ബേസ്മെൻറ്റ് മാത്രം കെട്ടിയിട്ട്, ഒന്നുകിൽ മുമ്പുണ്ടായിരുന്നിട്ട് ഇടിഞ്ഞു പോയതായിരിക്കും, അല്ലെങ്കിൽ കെട്ടി പകുതി വഴിയാക്കിയിട്ട് പിന്നെ ഇപ്പം ഇല്ലാത്തതായിരിക്കും.
അടുത്ത സ്പോട്ട് നോക്കാം. ഈ റോഡ് ഇനി മുമ്പോട്ട് ഇങ്ങനെ തന്നെ കാണുന്നുണ്ട്, 1-2 കിലോമീറ്റർ ഇങ്ങനെ കാണുന്നുണ്ട്. ദൂരെ കുറച്ച് കാറുകളും കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് ഇങ്ങനെ കുറേ കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഓഫ് റോഡ് ചെറിയ കാറുകൾക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ല റോഡ് തന്നെയാണ്. എതിർവശത്ത് നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി വന്നാൽ മാത്രമേ നമുക്ക് പ്രശ്നം ഉണ്ടാവൂ സൈഡ് കൊടുക്കാം. അത് സൈഡും ശ്രദ്ധിച്ച് കൊടുത്താൽ മതി, കാരണം ഒരു വണ്ടി പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. സൈഡ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ചെറിയ വണ്ടി ആണെങ്കിൽ റോഡ് വിട്ടിട്ട് പുറത്ത് പോരുന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് കാറുകളൊക്കെ കിടപ്പുണ്ട്, അതുപോലെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെള്ളമായിരിക്കും, അതുകൊണ്ടല്ലേ ആൾക്കാർ കുളിക്കുന്നത്. ആ ഭാഗത്തും ആൾക്കാർ കുളിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ പായലൊന്നുമില്ല, നല്ല വെള്ളമാണ്. ഇനിയും മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇനിയും പോയിക്കൊണ്ടിരിക്കാം. പക്ഷെ ഞാൻ എന്തായാലും ഇതുവരെ മുമ്പോട്ട് എന്തായാലും പോകുന്നില്ല, ഇതുവരെ ഉള്ളൂ. ഏകദേശം ഇനിയും 1 കിലോമീറ്റർ ആ സ്പോട്ട് വരെ നമുക്ക് പോകാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ലാസ്റ്റ് പോയിന്റിൽ വരുന്ന സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ കുളിക്കാൻ പറ്റുന്നു, ആൾക്കാർ കുളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം നിർത്തിയ സ്ഥലത്തൊന്നും കുളിക്കാൻ പറ്റില്ല. ഇവിടെ പക്ഷേ നന്നായിട്ട് കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, കാരണം ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ പായലും കാണുന്നില്ല ഈ ഒരു ഏരിയയിൽ. അവിടെ ആ ഏരിയയിലൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ശാന്തമായിട്ടിങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നേരെ ഈ സ്പോട്ടിൽ വന്നാൽ മതി. ഒരു തിരക്കുമില്ല, നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക. ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ ജസ്റ്റ് എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇട്ടായിരുന്നു, കേട്ടോ, വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.